വലിച്ചു കിടക്കുമ്പോഴേ അവര് എല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാം പോയില്ല. പോലീസ് തന്നെയാണ് അവർ. ഒരു ആക്സിഡന്റ് അടുത്താണെങ്കിൽ അവർ ഇവിടെ ഉണ്ടാവില്ല. 2 പോലീസുകാർ വന്നിട്ട് അയാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അത്രേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് അതേപോലെ തന്നെ വന്നു. ഞാൻ അച്ഛനെ എപ്പോ വരുമ്പോഴും ഞാൻ അച്ഛന്റെ കൂടെ പോണതാണ്. ഇന്നലെ ഈ ഞായറാഴ്ച പോയിട്ടില്ല. ഞാനും പോയതാണെങ്കിൽ ഇതന്നെയല്ല എന്റെ അവസ്ഥ. ജീവൻ കൊടുത്ത അമ്മയുടെ ചോരയിൽ പുതഞ്ഞ അനക്കമറ്റ ശരീരം കണ്ട് വർഷമഞ്ച് പൂർത്തിയാകുമ്പോഴേക്കും അതേ വീട്ടിൽ അതേ കൊലയാളിയുടെ വടിവാൾ തലപ്പിൽ അച്ഛനും അച്ഛമ്മയും വെണ്ണീറായ വേദനയിൽ താങ്ങും തണലും പോയില്ലേ, ഞങ്ങൾക്കിനി ആരാ എന്ന് 2 പെൺകുഞ്ഞുങ്ങളുടെ തീക്കണ്ണീരിൽ ആ സാധുക്കളുടെ നിലവിളിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ എന്ന ആത്മപുച്ഛത്തിൽ അസ്വസ്ഥമാക്കുന്ന നെന്മാറ വാർത്തകൾക്ക് ചോരച്ചുവയാണ്. പാലക്കാട്ടിൽ പെരുമഴയിൽ ഇടിവെട്ടിയങ്ങ് മരിച്ചുപോയവരല്ല. 2 തവണയായി 3 സാധുക്കളെ ഒരു മനുഷ്യമൃഗം വിരട്ടി വേട്ടയാടി വെട്ടിയിട്ടതാണ്. നരഭോജി ജാമ്യത്തിലിറങ്ങി അന്നു മുതൽ പ്രാണൻ കയ്യിൽ പിടിച്ച് പേടിച്ച് ജീവിച്ചവരാണ്. രാഷ്ട്രീയ ശക്തിയില്ലാത്തവരാണ്, ആൾബലമില്ലാത്തവരാണ്, പാവങ്ങളാണ്. അങ്ങേയറ്റം വാവിട്ട് കരഞ്ഞ് കണ്ണീര് പറ്റിയ പെൺകുട്ടികളുടെ കാഴ്ചയിൽ നമ്മുടെയൊക്കെ പെങ്ങന്മാരുടെ പെൺകുഞ്ഞുങ്ങളുടെ മുഖം ഓർമ്മ വരുന്നില്ലേ? അഖില പറയാനാണ്. അയൽവക്കത്ത് ആ കൊലയാളി വന്നത് മുതൽ അമ്മയുടെ ചോര വീണ ആ വീട്ടിലേക്ക് അച്ഛൻ പോകുമ്പോഴൊക്കെ ഞാൻ കൂട്ടുപോകാറുണ്ട്. ആയുഷ്കാലത്തേക്ക് അമ്മയോർമ്മയുടെ ആഘാതത്തിൽ പിതാവിന് കാവലായി ദുർബലമായ കൈകൾ കൊണ്ട് അവൾ അച്ഛനെ ചേർത്ത് പിടിച്ചെങ്കിൽ ആ കൗമാരക്കാരി ഹൃദയാഴത്തിൽ പേര് നടന്ന പേടി എത്ര ഭയാനകമാണ്. ആ മുടിഞ്ഞ കൊറിയൻ കൊലയാളി കത്തിരാകുന്ന ഭീതിയിൽ അഖിൽ അച്ഛനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയതാണ്. ഏമാനെ പേടിയാണ്. ഞങ്ങളെ പാതി അനാഥമാക്കി ഒരുത്തൻ കട്ട്രോട്ട് കൊലയാളി വ്യവസ്ഥകൾ ലംഘിച്ച് അടുത്തു വന്ന് താമസമാണ്. വീട്ടിൽ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല, സാറേ കാക്കണം. എന്നിട്ടും അഖിലയും അതുല്യയും അച്ഛനമ്മ നഷ്ടത്തിൽ അനാഥരായി പെരുവഴിയിൽ നിൽപ്പാണെങ്കിൽ ഉത്തരവാദി സംവിധാനങ്ങളെ സർക്കാരെ നിങ്ങളാണ്. അന്ന് കൂപ്പിയ കൈ പുറങ്കാലിനടിച്ച് ചോരക്കുതിയൻ ചെന്താമനെ വിളിച്ചെന്ന് തലോടി വിട്ടതിന് അനന്തരഫലമാണ് ഇന്ന് കേട്ട കൂട്ടക്കരച്ചിൽ. ഇന്നു കണ്ട പട്ടട കുറ്റവാളിയാണ്. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ പകമൂത്തൊരുത്തനാണ്. സ്വന്തം ഭാര്യയെ ജോലിസ്ഥലം മുതൽ വീട് വരെ വഴിനീള അറിഞ്ഞു തല്ലിയൊരുത്തനാണ്. ഓങ്ങിയ വടിവാളിൽ ജീവൻ കൊണ്ടുകൂടി രക്ഷപ്പെട്ട സ്ത്രീയാണ്. ഒരു വീട്ടമ്മയെ വെട്ടിക്കൊന്നു മനസ്താപം തീണ്ടാത്ത ജാമ്യത്തിലിറങ്ങിയവരാണ്. നിരീക്ഷിക്കാൻ ആളില്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു സംവിധാനം എന്തിനാ? കൂടിയിരുന്ന് വട്ടം കൂടി തായം കളിക്കാനോ? നെഞ്ചിൽ കൈവച്ചു പറയണം പോലീസെ, അഖിലയുടെ സ്ഥാനത്ത് ഒരു കോടീശ്വര പുത്രി ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും പാർട്ടി നേതാവിന്റെ സന്താനങ്ങളാണെങ്കിൽ ഇങ്ങനെ കാട്ടുമായിരുന്നു നിങ്ങൾ ഈ മര്യാദഘട്ട മന്ദത. ഞങ്ങളുടെ നികുതിപ്പണത്തിന്റെ പങ്കിൽ ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ, ലാത്തിയും തൊപ്പിയും മാറ്റിവെച്ച കോട്ട മൈതാനിയിൽ പോയി പഠിക്കണം, ബേസിക് ട്രെയിനിങ് കഴിയില്ലെങ്കിൽ ആ യൂണിഫോം ഊരി പോത്തുണ്ടി പുഴയിലെറിഞ്ഞ് വേറെ വല്ല പഠിക്കുമ്പോ ജീവനും സ്വത്തിനും കാവൽ കൊടുക്കേണ്ട സംവിധാനങ്ങളെ പഞ്ചായത്തിലടക്കം നേരത്തെ അറിയിച്ചിട്ടും ഒരു പെൺകുട്ടി പേടിച്ച് തറം പറ്റിയെങ്കിൽ, അഖിലയും അതുല്യയും അനാഥരായെങ്കിൽ ആ പാതകജൻ മന്ദവിശ്വാസി ചെന്താമനയുടെ പുഴുത്ത കൈകളിൽ മാത്രമല്ല കട്ടച്ചോര കാക്കി പോലീസ് ആഭ്യന്തര വകുപ്പെ നിങ്ങളുടെ നെഞ്ചത്താണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം.